എന്താ പറയുക, ഫ്രീ ആണ്, വളരെ ഫ്രീ ആയിട്ടുള്ള ഒരു ഡയറക്ടർ. എനിക്ക് തോന്നുന്നു ഒത്തിരി എക്സ്പീരിയൻസ് ഉള്ളൊരു ഡയറക്ടറാണ്. എല്ലാ ലാംഗ്വേജിലും, തമിഴ്, തെലുഗു, മലയാളം, ഹിന്ദി ലാംഗ്വേജസിൽ ചെയ്ത ഡയറക്ടറാണ്. ഈവൻ ദോ അത്രയും ഫിലിംസ് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് ആ ഒരു ഫീലിംഗ് ഉണ്ടാവില്ല, അയ്യോ ഡിസൈനർ ആണെന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവില്ല. വളരെ ഫ്രീ ആയിട്ടുള്ളൊരു ഡയറക്ടറാണ്. രാജു എവിടെ വർക്ക് ചെയ്യുന്ന പറഞ്ഞത്? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. എന്നാ പറ. IBSൽ. ജ്യോതിയോ? ഞാൻ ABC കൺസൾട്ടൻസിൽ. ഞാൻ ആദ്യം പേടിച്ചു, രാജു എന്നെ കണ്ടില്ല അറിയില്ല എന്നൊക്കെ പറഞ്ഞപ്പോ. പേടിയൊക്കെ ഇപ്പൊ തീർന്നില്ലേ? ജ്യോതിയുടെ ബ്രദർ എവിടെയാ? ചേട്ടൻ ദുബായിലാ, ഇപ്പൊ ലീവിൽ ഇവിടെ ഉണ്ട്. ജ്യോതി അന്ന് എന്തിനാ ബാംഗ്ലൂർക്ക് പോയത്? ഓ അതോ, അതൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വിപ്രോയിൽ. എന്തിനാ ചിരിച്ചേ? ഒന്നുമില്ല. എന്താ പറ. ഒന്നുമില്ല. ഞാൻ ആദ്യമായിട്ട് കരഞ്ഞത് പോസിറ്റീവിൽ തന്നെ. പോസിറ്റീവിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട്, ഹസ്ബൻഡ് മരിച്ചതിന് ശേഷം മദർ ഇൻ ലോ ഭയങ്കരമായിട്ട് ടീസ് ചെയ്യും, ഭയങ്കരമായിട്ട് ചീത്ത പറയും. ആ ഒരു സമയത്ത് എനിക്ക് സത്യം പറഞ്ഞാൽ അന്ന് എൻ്റെ അടുത്ത് എല്ലാവരും, ഞാൻ എന്ന് വെച്ചാൽ ഒത്തിരി സംസാരിക്കുന്ന ഒരാളാണ്, അപ്പോൾ എല്ലാവരും കൂടി എൻ്റെ അടുത്ത് മിണ്ടാതെ ഭയങ്കര ദേഷ്യത്തിലൊക്കെ നിന്ന് കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ ആ ഫീൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരുന്നു മനസ്സിലേക്ക് നമുക്ക് മീൻസ് ശാരീരികമായിട്ട് ആ ഒരു, അല്ലെങ്കിൽ മാനസികമായിട്ട് ആ ഒരു സംഭവം നമ്മുടെ മനസ്സിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് എനിക്ക് തോന്നുന്നത് അവർ എന്നെ മിണ്ടാതിരുന്നതും. VKP ഒന്നും ഞാൻ മിണ്ടാൻ ചെല്ലുമ്പോഴൊക്കെ മാറിപ്പോവും. അപ്പോൾ എനിക്ക് ആകെ ടെൻഷനായി, അയ്യോ എന്താ അവരിങ്ങനെയൊക്കെ ചെന്നു, ആരും മിണ്ടുന്നില്ല. അതിനുശേഷം ഇതൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഈ ഫീലിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ മിണ്ടാതിരുന്നത്. അതൊക്കെ ഒരു പുതിയ അനുഭവമായിരുന്നു. ആദ്യമായിട്ട് ഫിലിം ചെയ്യുമ്പോൾ ഉള്ള ഓരോ അനുഭവങ്ങളാണ് ഇതൊക്കെ. അവരെ കൊന്നതാ ദ്രോഹി, മഹാഭാവി. എന്റെ മോനെ അമ്മ തനിച്ചാക്കിട്ട് പോയല്ലോടാ നീ. ഞാൻ അവന്റെ കാല് പിടിച്ച് പറഞ്ഞതാ, അവളുടെ കഴുത്തിൽ താലി കെട്ടല്ലേന്ന്. കേട്ടില്ലല്ലോ എന്റെ പൊന്നു മോൻ, ഇപ്പൊ കണ്ടില്ലേ. ഫസ്റ്റ് സോങ് പോസിറ്റീവിലെ സോങ് ആയിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ചമ്മലൊക്കെ ആയിരുന്നു അത് ചെയ്യാൻ. കാരണം അയ്യോ എങ്ങനെ ഹീറോയുടെ അടുത്ത് വന്നിട്ട് കൈ തൊടുക അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈവൻ സ്കന്ദയാണെങ്കിലും കൊണ്ട് ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഞങ്ങൾ ഒരു ഏജ് ഗ്രൂപ്പ് ആയതുകൊണ്ട് മിങ്കിൾ ചെയ്യാൻ എളുപ്പമായിരുന്നു. ഈവൻ VKP ആണെങ്കിലും ആയില്ല ഇതിങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് തരും. ഈവൻ ഏറ്റവും ബുദ്ധിമുട്ടായിരുന്നത് ലവ് എക്സ്പ്രഷൻസ് ഒക്കെ കൊടുക്കാനായിരുന്നു, ഫീലിങ്സ് ഒക്കെ കൊടുക്കാൻ. ഭയങ്കര ചമ്മലും എങ്ങനെയായിരിക്കും എന്നൊക്കെ ഉള്ളൊരിത്. നമുക്ക് എന്ത് ചെയ്താലും അത് ഓക്വേർഡാണോ എന്നുള്ളൊരു ഫീലിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഓക്കെ ആയിട്ട് വന്നു. ചിലപ്പോൾ ഞാൻ കൊതിക്കും, ഒളിച്ചോ ഞാൻ കൊതിക്കും.